പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ കൊണ്ടാടുക. നമ്മൾ സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ അതിലൊന്നാമത്തെ രഹസ്യമാണ് അനൻസിയേഷൻ, മംഗളവാർത്ത. തപസ്സുകാലത്ത് 2 തിരുനാളുകളാണ് നമ്മൾ ആചരിക്കുന്നത്. അത് വലിയ തിരുനാളുകളായതുകൊണ്ടാണ്. മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ, മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ. ഇത് മാതാവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. മാതാവ് സമ്മതം മൂളിയ തിരുനാളാണ്, സമ്മതം മൂളിയ തിരുനാൾ. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതൊരു ദൈവഹിതം നിറവേറ്റി ഈ പുത്രൻ ഇങ്ങനെ കുരിശിൽ മരിക്കാൻ അതിന് തുടക്കം കുറിച്ചത് ഈ മാതാവിൻ്റെ അനുസരണം വഴിയാണ്. പുത്രൻ അനുസരണത്തോടുകൂടെ ആ ദൈവഹിതം നിറവേറ്റാൻ ഇടയാക്കിയത് മാതാവിൻ്റെ അനുസരണം വഴിയാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഗർഭധാരണ തിരുനാൾ, അത് മാർച്ച് 25 ഡിസംബർ 25, 9 മാസം കൃത്യമാണ് കാലയളവ്, ഡിസംബർ 25. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗർഭം, ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കി തരണമേ. മാതാവിൻ്റെ ഉള്ളിൽ കുഞ്ഞ് രൂപപ്പെടുന്ന ദിവസം. നമുക്കതുകൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാ അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാനും നന്നായിട്ട് പ്രയോജനപ്പെടുത്താനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നമ്യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരക്കാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിത്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Christmas.
സന്മനസ്സുള്ളോർക്ക് സാന്ത്വനമേ. അങ്ങയെ എന്ത് സ്തുതിക്കുന്നു, അങ്ങയെ എന്ത് പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർവ്വരാജനേ. സർവ്വശക്തനാം ദൈവമേ, നാഥനവങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പുണ്യാണേ, നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിരണ്ടാവേ, കാരുണ്യം തൂകണീങ്ങളിൽ. ലോകത്തിൻ പാവനിരണ്ടാവേ, ഇങ്ങൾതൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവരം പാകതരുന്നേടും എങ്ങൾ തൻ രക്ഷകനേ യേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവതേ, നിത്യമഹിമാവിന്റെ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ. അങ്ങ് മാത്രമറിമാവനിൽ അങ്ങുതനേകണം നാഥനും. അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വചനം കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യ ശരീരപ്രകൃതിയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളാനങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകനെ ദൈവവും മനുഷ്യനുമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങളും അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ പങ്കാളികളാകാൻ അർഹരാകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് ആഹാസിനോട് അരുൾ ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ.
ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങൾ അടക്കി നിർത്തിയില്ല. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. അവിടുത്തെ രക്ഷാകരമായ സഹായം ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമായിരിക്കുന്നു. ദഹനബലികളിലും പാവപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി ഞാൻ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അല്ലേലൂയ. നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന്
യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇതൊരു അനുസരണത്തിൻ്റെ തിരുനാളാണ്. അതേസമയം തന്നെ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ തിരുനാൾ കൂടിയാണ്. അവസര തിരുനാൾ എന്നൊക്കെ വേണമെങ്കിൽ വെറുതെ ഒന്ന് ധ്യാനിച്ചപ്പോൾ അങ്ങനെ തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ഈ തീർത്ഥാടനം ഒരു അവസരമാണ്. കഷ്ടപ്പാട് സഹിച്ച് യാത്ര ചെയ്ത് കുറച്ച് പേരെങ്കിലും ഭാരപ്പെട്ട് വന്നതാകും, ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട്. അപ്പോൾ നല്ല ആഗ്രഹത്തോടെ വന്നവരുണ്ടാവും. അതുകൊണ്ട് ത്യാഗമെടുക്കാനും ഇടവപ്പള്ളി പോയില്ലെങ്കിലും തീർത്ഥാടനത്തിന് വരും. അപ്പം അതിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. അവസരം പ്രയോജനപ്പെടുത്തുക. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധ കുർബാന അർപ്പണം. ഒരു വീട്ടിൽ അനുഗ്രഹം വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് വീട് നിറയ്ക്കണം. എന്നാൽ മാത്രമേ അനുഗ്രഹം വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 12 കുർബാനയോളം ദിവസേന ഉണ്ട്, ഒഫീഷ്യലായിട്ട് ഷെഡ്യൂൾഡ് മാസ്. അപ്പോൾ അത്രയും കുർബാനകൾ ഇവിടെ അർപ്പിക്കപ്പെടുന്നു, കുംഭസാരങ്ങൾ നടത്തപ്പെടുന്നു, ആരാധന ചാപ്പൽ, പരിഹാര രൂപയിലുള്ള പ്രാർത്ഥനകൾ ഇതൊക്കെ നടത്തപ്പെടുന്നതുകൊണ്ടാണ് ഇവിടെ അനുഗ്രഹം വരുന്നത്. പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം വരേണ്ട വീട്, ഒരു കുഞ്ഞ് ജനിക്കേണ്ട വീട്, വിവാഹം നടക്കേണ്ട വീട്, ജോലി ലഭിക്കേണ്ട വീട് പ്രാർത്ഥന കൊണ്ട് നിറക്കണം. പ്രാർത്ഥന കൊണ്ട് നിറച്ചാൽ അനുഗ്രഹം വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വരുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച് മറിയത്തോട് വലിയൊരു ദൂത് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ച വലിയ തെറ്റിൻ്റെ തിരുത്തൽ കൂടിയാണ്. അന്ന് സംഭവിച്ച തെറ്റെന്താ? പർദീസയിലും അനുസരണക്കേടിന് പകരമായിട്ട് ഇവിടെ അനുസരിക്കുന്നു. AD 160 തന്നെ വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. പറുദീസയിലെ ആദ്യത്തെ ഹൗവയും ആദ്യത്തെ ആദവും, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ആ തിയോളജിക്കലായിട്ടുള്ള ഈ ഒരു പ്രയോഗം അത്ര പരിചയമുണ്ടാകണം എന്നില്ല, കുറേയൊക്കെ കേട്ട് കാണും. മറിയം 2-ാം ഹൗവയാണ്, ഈശോ 2-ാം ആദമാണ്. ആദവും ഹൗവയും രൂപപ്പെട്ടപ്പോൾ അവർക്കും പാപമില്ല. പിന്നീടല്ലേ അവർ പാപം ചെയ്തത്, പിന്നീടാണ് പാപം ചെയ്തത്. അവർ ഉരുവാകുമ്പോൾ, രൂപപ്പെടുമ്പോൾ പാപമില്ല. അതുപോലെ തന്നെയാണ് മറിയത്തിൻ്റെ അമലോത്ഭവം അങ്ങനെയാണെന്നാ പറയാം. മറിയത്തിൻ്റെ അമലോത്ഭവം, മറിയം ജനിച്ചപ്പോൾ പാപമില്ല. ഈശോ ദൈവമാണല്ലോ, പാപമൊഴികെ മറ്റുള്ളവർക്ക് സമനായിട്ടുള്ളവൻ. അപ്പം ഈ അങ്ങനെ ഒരു തെറ്റ്, പറുദീസയിൽ സംഭവിച്ച തെറ്റ് തിരുത്തപ്പെടുകയാണ് മറിയത്തിൻ്റെ സമ്മതം വഴി. അല്ല, ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തതുപോലെ ചിലപ്പോൾ മക്കളുടെ കുറ്റമൊക്കെ അമ്മ ഒരു റെക്കമെൻഡ് പറഞ്ഞ് അമ്മ ഏറ്റെടുക്കും, ചിലപ്പോൾ അപ്പൻ ഏറ്റെടുക്കും, ചിലപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഏറ്റെടുക്കും തങ്ങളുടെ കുട്ടികളുടെ കുറ്റം. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. മറിയം ഈ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എവിടെയൊക്കെ ബ്രേക്കായിപ്പോയ ആ ഒരു കാര്യം, ദൈവകരുണ, ദൈവബന്ധം മുറിക്കപ്പെട്ടു പോയില്ലേ,
അത് കൂട്ടിച്ചേർക്കപ്പെട്ടത്, കണക്റ്റഡായത് മറിയം വഴിയാണ്. രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്പോൾ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, രണ്ടും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇപ്പം ഈശോ രണ്ടാം ഭാഗം, ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം ഇതിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം, അത് ഈ കണക്റ്റിംഗ് ലിങ്ക് ഈ രണ്ടാം ഭാഗത്തേക്കാൾ പ്രധാനപ്പെട്ടതല്ല. എന്നാൽ കണക്ട് ചെയ്യപ്പെടാൻ ഒരാൾ വേണം, അതാണ് മറിയം. മാതാവ് സഹരക്ഷക അല്ല എന്നുള്ള പ്രബോധനമൊക്കെ മാത്തപ്പോപ്പുളി ഫീദേലീസ് 2025 നവംബർ 4 റോം നമുക്ക് നൽകിയ പ്രബോധനത്തിൽ പറയുന്നത് രക്ഷകൻ യേശു തന്നെയാണ്. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഏകരക്ഷകൻ എന്ന പദവിക്ക് കോട്ടം തട്ടും. ഉണ്ട് നല്ല മരിയ ഭക്തി അങ്ങനെ കൂടിയിട്ട് ആളുകൾ മാതാവിന് ഒരു പുതിയൊരു പേര് ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അത് വേണ്ട എന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചു. കാരണം ഈ ഏകരക്ഷകൻ എന്ന പദവിക്ക് മങ്ങലേൽക്കാൻ പാടില്ല. പക്ഷെ മാതാവിനൊരു റോളുണ്ട്, സഹകരിച്ചു. സഹരക്ഷകയല്ല, സഹകരണം. അതാണ് അത് മാതാവിൻ്റെ ഈ മാതാവ് കാരണമാണ് ഇത് കണക്റ്റ് ആകുന്നത്. മാതാവിൻ്റെ സമ്മതം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സമ്മതം മൂടിയില്ലായിരുന്നെങ്കിൽ ഇത്ര നാൾ പിന്നെയും കാത്തിരിക്കണം. ഒരാൾ സമ്മതം പറയുന്നത് വരെ കാത്തിരിക്കണ്ടേ. അപ്പൊ ഈശോയുടെ അനുസരണം തുടങ്ങാൻ മറിയത്തിൻ്റെ അനുസരണം കാരണമായി. ഇല്ല, ഹൗവ അനുസരണക്കേട് കാണിച്ചത് ആദത്തിൻ്റെ അനുസരണക്കേടിന് കാരണമായി. അപ്പം മറിയത്തിൻ്റെ അനുസരണം, ഈശോയുടെ അനുസരണം കുരിശുമരണം വരെ ഫിലിപ്പിയർ 2, 6, 7, 8 വചനങ്ങളിൽ കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അതിന് മറിയത്തിൻ്റെ അനുസരണം കാരണമായി. ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. അപ്പൊ അതാണ് ഇങ്ങനെ അനുസരിക്കാൻ തയ്യാറായാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് വചനം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-19 വാക്യം, അനുസരിക്കാൻ തയ്യാറായാൽ. അപ്പോൾ അനുസരണത്തിന് തിരുനാൾ കൂടിയാ ഇത്. നമുക്ക് ഇല്ല, പാട്ടുപാടാൻ ഒരാൾ കയറി, അപ്പൊ സ്കാഫൊന്നുമില്ല, അതൊരു പ്രത്യേക ശുശ്രൂഷയല്ലേ. പ്രത്യേക ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒട്ടും അങ്ങനെ വരാൻ പാടില്ല. ഇല്ല, വായന വായിച്ച ആളുകൾ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് വായിക്കാൻ കയറിയത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛന്മാരിവിടെ നിന്ന് കുർബാന അർപ്പിക്കുന്നു, നിങ്ങൾ കാണികൾ. അങ്ങനെയല്ല, ദൈവജന സമൂഹത്തിന് ശുശ്രൂഷയുണ്ട്. അത് പങ്കുചേരുന്നതൊരു ശുശ്രൂഷയാണ്. അപ്പൊ കത്തോലിക്ക രീതി അനുസരിച്ച് പങ്കുചേരുന്നത് അതനുസരണമാണ്. സ്കാഫൊക്കെ ധരിച്ച് ഷോർട്സ് ഒന്നും ധരിക്കാതെ പള്ളി വന്ന് പങ്കുചേരുന്നത് അത് അനുസരണം. ഇപ്പൊ നമുക്ക് ചാൻസ് ഉണ്ട് അനുസരിക്കാൻ. നമ്മളൊരു കാര്യം ഇല്ല, ചില ആളുകൾ വിവാഹേതര ബന്ധങ്ങൾ പുലർത്തും, ചിലർ മദ്യപാനികളാകും. അപ്പം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് കരുതുക. ആ കൂട്ടത്തിൽ ഒരാൾ വിവാഹേതര ബന്ധം പുലർത്തുന്നു, ഒരാൾ മദ്യപാനം. അപ്പോൾ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ കല്യാണ വിഷയം ഉണ്ടാകും, കുഞ്ഞുങ്ങളില്ലാത്ത വിഷയം ഉണ്ടാകും. അപ്പം അവർ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങളെ തരണേ കർത്താവേ, കല്യാണം തരണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മദ്യപാനം മാറ്റണേ കർത്താവേ. ആ മദ്യപാനി ശരിയായാൽ ആ പ്രാർത്ഥന കുറച്ചുകൂടെ ഇല്ലേ, ഒരാൾ ശരിയായാൽ ആ പ്രാർത്ഥന കുറച്ചുകൂടെ. അപ്പൊ അനുസരണക്കേട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ. ഒരാൾ ഡിസിപ്ലിൻ നിന്ന് മാറിപ്പോയാൽ ബുദ്ധിമുട്ടാ, എക്സ്ട്രാ പണിയെടുക്കണം. ഇപ്പൊ ദൈവം കാത്തിരുന്നു, എത്ര നാൾ കാത്തിരുന്നു എന്നറിയാമോ മനുഷ്യരെ ഒന്ന് രക്ഷപ്പെടുത്താൻ. യെശയ്യാ പ്രവാചക പുസ്തകം ഇന്ന് 7-ാം അധ്യായം വായിച്ചു കേട്ടില്ലേ? അടയാളം, ഉന്നതമായ അടയാളത്തെക്കുറിച്ചാണ് യെശയ്യാ 7 പറയുന്നത്. ഉന്നതമായ അടയാളം. അതുകൊണ്ടാണ് വേറെ അടയാളം ചോദിച്ചപ്പോൾ ഈശോയ്ക്ക് സഹിച്ചില്ല. യോനയുടെ അടയാളമല്ലാതെ വേറൊന്നും തരികയില്ല. കാരണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. അത്ര ഉന്നതമാണ് യേശു എന്ന സംഭവം. ഉന്നതമായ കാര്യമാണ്, സ്വർഗത്തിന്റെ വലിയ നിധിയാണ്. ആ നിധിയാണ് മറിയം ഏറ്റുവാങ്ങിയത്. അത് ഏറ്റുവാങ്ങി. നമുക്കിപ്പോഴും പരിശുദ്ധ കുർബാനയുടെ വിലയൊന്നും മനസ്സിലായിട്ടില്ല. ഈശോയുടെ കുരിശുമരണത്തിന്റെ അനുസ്മരണമാണ് പരിശുദ്ധ കുർബാന എന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുമോ ഇങ്ങനെ? ദൈവകൽപ്പനയിലെ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. 3-ാമത്തെ കൽപ്പന, തിരുസഭയുടെ കൽപ്പന. ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സഭ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ കുരിശുമരണത്തെ ആരാധിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പള്ളി വരിക എന്ന് പറയുന്നത്. സ്കാഫ് ധരിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭയഭക്തി ആദരവോടുകൂടെ കൊടുക്കേണ്ട ബഹുമാനമൊക്കെ കൊടുത്ത് പങ്കുചേരാൻ പറയുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്.
നമ്മളെ ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മറിയം ഇത് ഭാരപ്പെട്ടൊന്നും ചെയ്ത കാര്യമല്ല. മറിയം സമ്മതം പറഞ്ഞു, അനുസരിച്ചപ്പോൾ മറിയത്തിന് വലിയ ഐശ്വര്യമുണ്ടായി. ഇല്ല, മറിയത്തെ തേടിയല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. മറിയത്തെ പിടിച്ചാൽ രക്ഷയുണ്ട്. അത് കൃത്യമാണ്. മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥ്യമാണ്. സ്വർഗം തള്ളിക്കളയല. ത്രിത്വൈക ദൈവം മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തള്ളിക്കളയല. മറിയം ഒന്ന് പറഞ്ഞാൽ, സോളമൻ രാജാവിനോട് സോളമൻ്റെ അമ്മ ബത്ശേബ, ദാവീദ് രാജാവിനുണ്ടായ സോളമൻ രാജാവിനോട് വേറൊരാൾക്ക് വേണ്ടി അമ്മ പോയിട്ട് പറയും, ഒരു കാര്യം പറയും. അത് സാമുവേലിന്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്. തള്ളിക്കളയിൽ അമ്മ പറഞ്ഞു, അമ്മ അത് ഞാൻ സാധിച്ചു തരാം. അതുപോലെ തന്നെയാണ് മറിയത്തോട് പറഞ്ഞാൽ ഈശോ തള്ളിക്കളയല. ത്രിത്വിക ദൈവം തള്ളിക്കളയ. അത്ര ഉന്നതമായ മാധ്യസ്ഥയാണ്. അതാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. നടപടി 5:32. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം. നമ്മുടെ ഒരു ബിബ്ലിക്കൽ ടേമിൽ അത് പറയുകയാണെങ്കിൽ അഭിഷേകം. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അഭിഷേകം നിങ്ങൾ ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അഭിഷേകം നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ മറിയത്തിൻ്റെ ഈ ഒരു സംഭവം, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറിയം യഥാർത്ഥത്തിൽ എന്നെ ഈശോയുടെ മനുഷ്യപുത്രൻ വരും എന്ന് യെശയ്യാ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ സ്ത്രീകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഞങ്ങൾ ഈശോയുടെ അമ്മയാക്കണമേ, മനുഷ്യപുത്രൻ്റെ രക്ഷകൻ്റെ അമ്മയാക്കണമേ. പക്ഷെ മറിയം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. ആ അമ്മയുടെ അങ്ങനെ ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അവരുടെ ദാസിയായിട്ടെങ്കിലും എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണമേ. മറിയത്തിൻ്റെ പ്രാർത്ഥന അതാണ്. അങ്ങനെ ഒന്ന് ധ്യാനിച്ച് ദാസിയായിട്ടെങ്കിലും ഒരു വില കൊടുക്കുന്നതാണ്. ഈ ഫ്രാൻസിസ് അസീസിയുടെ വർഷമല്ലേ. ഫ്രാൻസിസ് അസീസി പൗരോഹിത്യം സ്വീകരിച്ചില്ല, കാരണം തനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് സ്വയം വിലയിരുത്തിയിട്ട് പൗരോഹിത്യം സ്വീകരിച്ചില്ല. അതുപോലെ മറിയം എന്നെ ദാസിയായിട്ടെങ്കിലും തിരഞ്ഞെടുക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച മറിയം മംഗളവാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയുന്നതും അത് തന്നെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ധൂർത്തപുത്രനും പരിശുദ്ധ മറിയവും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമുണ്ട്. അത് പാപത്തിൻ്റെ ബന്ധമല്ല. അവർക്ക് അവസാനം വരുമ്പോൾ അവർ തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. ധൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ പാപം ചെയ്ത് അകന്നു പോയ മനുഷ്യനാണ്. പക്ഷെ മറിയം പാപം ചെയ്തിട്ടേയില്ല, അകന്നേ പോയിട്ടില്ല, കൂടെ നിന്നവള, ഒട്ടും മാറിപ്പോകാത്തവൾ. കുരിശിഞ്ച് വെട്ടിപ്പോലും എല്ലാവരും ഓടിപ്പോയപ്പോൾ ഓടിപ്പോകാത്തവളാണ് മറിയം. അങ്ങനെ ഓടിപ്പോകാത്തവൾക്ക് ബോധ്യം കിട്ടിയ ബോധ്യം എന്താണെന്നറിയാമോ? ദൈവമാണ് എൻ്റെ സ്വത്ത് എന്ന് ബോധ്യം കിട്ടി. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി, പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം. നമ്മൾക്കിപ്പോഴും ദൈവമാണ് സ്വത്തെന്ന് ബോധ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൊട്ടിലൊടുക്ക് നേർച്ചകൾ നേർന്നിട്ട് നമ്മളിങ്ങനെ കണ്ടീഷൻ വെക്കും. എനിക്കത് സാധിച്ചു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ എനിക്ക് അങ്ങനെ സാധിച്ചു തരണം. പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്, നേർച്ചകൾ നേരുന്നതിന് മുമ്പ് ചിന്തിക്കുക, ദൈവത്തെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. യഥാർത്ഥത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നതിനെ പോലെയാണ്. ഈശോ വന്നിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിട്ട്, അല്ലയോ മകളെ മേരി, ഞാൻ നിനക്ക് വേണ്ടി മരിക്കട്ടെ, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ? അങ്ങനെ ചോദിച്ചോ? അല്ലയോ ജോസപ്പേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കട്ടെ, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ എന്ന് പറഞ്ഞോ? ചോദിച്ചോ? കണ്ടീഷൻ വെച്ചോ? കണ്ടീഷൻ വെച്ചിട്ടാണോ ഈശോ മരിച്ചത്? ഒരു കണ്ടീഷനും ഇല്ലാതെ ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഇങ്ങനെ ജീവനുള്ള കർത്താവായി നിൽക്കുമ്പോൾ നമ്മളിപ്പോഴും കണ്ടീഷൻ വെച്ചോണ്ടിരിക്കുക. എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. അതാണ്, നമുക്ക് ദൈവം സ്വത്തായി മാറിയിട്ടില്ല. അതാണ് വ്യത്യാസം. ധൂർത്തപുത്രന്റെ കണക്ഷൻ വരുന്ന അവിടെയാണ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി ചെന്ന് കടന്നപ്പോൾ അവന് മനസ്സിലായി, മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ല, ദാസനായിട്ടെങ്കിലും സ്വീകരിക്കണം. ആ കണക്ഷൻ വരുന്നത് കണ്ടോ? മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അവന് വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചോദിക്കാനില്ല, ഒന്നും ചോദിച്ചായിട്ട് പറഞ്ഞിട്ടില്ല, അപ്പാ ഇനി അപ്പനെ മതിയപ്പാ, എനിക്കിനി അപ്പനെ മതിയപ്പാ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറ്റ, നീ പറഞ്ഞോ, ഞാൻ നിന്റെ കൂടെ ജീവിച്ചോളാം, ഞാൻ പള്ളിയിലൊക്കെ വന്നോളാം, എനിക്ക് കത്തോലിക്ക ഡിസിപ്ലിൻ എനിക്ക് തന്നിട്ടുള്ളതാ, കത്തോലിക്ക പരിശീലനങ്ങളിലൂടെ കൂദാശകളിലൂടെ ഞാൻ പാലിച്ചോളാം കർത്താവേ, ഞാൻ ട്രൗസർ എടുത്തിന് പള്ളി വരില്ല. അങ്ങനെ എൻ്റെ സഭ പഠിപ്പിച്ചിട്ടില്ല. തലയിൽ തലമറച്ച് ശിരസ് മറച്ച 1 കൊരിന്തോസ് 11:5 11:10 ഒക്കെ പറയുന്ന കാര്യമാണ് ശിരോവസ്ത്രം. ഞാൻ ശിരോവസ്ത്രം ധരിച്ച് പള്ളി വരൂ. അത് മാതാവ് കാണിച്ചത് മാതൃകയാണ്. എനിക്ക് ദൈവമാണ് വലുത്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ
എനിക്ക് വലുതാണ്, ഈശോയുടെ കുർബാന എനിക്ക് വലുതാണ്, ഈശോയുടെ കുംഭസാരം എനിക്ക് വലുതാണ്, പ്രസാദപരം എനിക്ക് വലുതാണ്, കുർബാന സ്വീകരണം എനിക്ക് വലുതാണ്. ഇങ്ങനെ ദൈവത്തെ സ്വത്തായി കണ്ടതാണ് മറിയത്തിന്റെ ഗുണം. അത് കിട്ടുന്നതിന് മുമ്പ് ദാസി എന്ന് പറഞ്ഞു, ദാസിയായിട്ടെങ്കിലും ചാൻസലർ എന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ ദാസിയാണ്, പറഞ്ഞാൽ മതി, എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അതാണ്. അപ്പോൾ അതാണ് മറിയം അനുസരിച്ചത്. ഇല്ല, നമ്മൾ ഇതാ കർത്താവിൻ്റെ ദാസി ചൊല്ലുമ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനമാണ് മറിയത്തിൽ ഉരുവായത്, മാംസം ധരിച്ചത്. അപ്പൊ എന്താണ് അനുസരിക്കേണ്ടത്? വചനത്തെ. വചനം എന്താ? ദൈവത്തെ അനുസരിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:20 ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ദൈവത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. നടപടി പുസ്തകം 20-ാം അധ്യായം 32-ാമത്തെ വാക്യം, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. കണ്ട, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു മാധ്യസ്ഥം ഉള്ള വ്യക്തിയായിട്ട് മറിയം ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മറിയം വചനത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, അനുസരിച്ചത് കൊണ്ടാണ്, അതിന് കീഴ്പ്പെട്ടിരുന്നത് കൊണ്ടാണ്. അതിന് കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ സാവൂളം നടപടി 22:10 പറയുന്ന കാര്യമാണ്, കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു ദാസന്റെ മനോഭാവ, അങ്ങോട്ട് കൽപ്പിക്കലല്ല, ദൈവത്തിന് വില കൊടുക്കുന്ന. നിങ്ങളുടെ തീർത്ഥാടനം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തെ നിങ്ങൾ ദൈവമായിട്ട് സ്വീകരിക്കും, ദൈവത്തിന് വിലയുള്ളതായിട്ട് കണക്കാക്കും. ദൈവവചനത്തെ ഹൃദയ സംഗ്രഹിച്ചവളെ, ലോകരക്ഷകനെ ഉദരെ സംവഹിച്ചവളെ, ദൈവവചനത്തെ ഹൃദയ സംഗ്രഹിച്ചവളെ, ലോകരക്ഷകനെ ഉദരെ സംവഹിച്ചവളെ, കർത്തൃദാസിയായി ദൈവ തിരുമനസ്സിനായി സ്വയസമർപ്പണം ചെയ്ത വിനയശാലിനി, ദൈവമാതാവേ നിർമ്മല കന്യകാമരിയേ, ദൈവപുത്രനു നീ മഹിൽ ജന്മമരുളി നീ, കൃപ നിറഞ്ഞവളെ സ്ത്രീകളിൽ ഏറ്റവും ധന്യേ, രക്ഷകന്നമ്മേ സകല മാനവർക്കമ്മേ. പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ അനുസരിക്കാനും അമ്മയെപ്പോലെ കർത്താവിന് വിധേയപ്പെടുവാനും അമ്മയെപ്പോലെ എളിമപ്പെടാനും ഞങ്ങൾ സഹായിക്കണമേ. കർത്താവിനെ അനുഗമിക്കാൻ അമ്മയെ അനുകരിച്ചാൽ അത് എളുപ്പമാണ്. പരിശുദ്ധമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് മംഗളവാർത്ത തിരുനാളായതുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശം, സത്യദൈവത്തിലുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി. നമുക്ക് ഒരു നിമിഷം മുട്ടുമെന്ന് നിൽക്കാം. നമുക്ക് എഴുന്നേൽക്കാം. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും
പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുടയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ സഭയുടെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണം. അങ്ങനെ സഭയുടെ ആരംഭം തുടങ്ങിയിരിക്കുന്നത് അങ്ങേകജാതന്റെ മനുഷ്യാവതാരത്തിലാണെന്നറിയുന്ന സഭ ഈ മഹോത്സവത്തിൽ അവിടുത്തെ രഹസ്യങ്ങൾ ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അവിടുന്ന് അവതീർണനാകുമെന്ന് സ്വർഗീയ ദൂതന് നിന്ന് കന്യകാമറിയം ദൃഢവിശ്വാസത്തോടെ ശ്രവിക്കുകയും പാവനമായ ഉദരത്തിൽ അവിടുത്തെ സ്നേഹപൂർവ്വം സംവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കളോടുള്ള വാഗ്ദാനം സത്യസ്വരൂപനായി അവിടുന്ന് നിറവേറ്റുകയും ജനതകളുടെ പ്രതീക്ഷ അവർണ്ണനീയമാം വിധം സഫലമാക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാവും നിറഞ്ഞവരും നിന്ദരമോ
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടുമങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസ
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങ് മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പോഴും ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ വിശ്വാസ രഹസ്യങ്ങൾ ഞങ്ങളുടെ മാനസങ്ങളിൽ സ്ഥിരീകരിക്കണമേ. കന്യകയിൽ നിന്ന് പിറന്നവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ അവിടുത്തെ രക്ഷാകരമായ ഉത്ഥാനത്തിന് ശക്തി വഴി നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിന്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിന്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈസ്റ്റർ സമ്മാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.